മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. മങ്ങിയത് കാഴ്ച മാത്രമല്ല മൻസൂറെ, കേൾവിശക്തിയും ബുദ്ധിയും മങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ബലമായ സംശയം. നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ ആരോപണം എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഒന്നുകൂടെ വ്യക്തമായി കേട്ടു നോക്കുക. AP അബൂബക്കർ മുസ്ലിയാര് അംബാനിയെ പോലെ, അദാനിയെ പോലെ, MA യൂസഫ് അലിയെ പോലെ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്, കേവലം ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ കഴിയും. എന്റെ വാക്കല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ആദ്യമേ അത് കാണിക്കാൻ AP ഉസ്താദ് MA യൂസഫ് അലിയെ പോലെ, അദാനിയെ പോലെ കേവലം ഒരു കച്ചവടക്കാരൻ മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ പറഞ്ഞത്. അത് എൻ്റെ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, അത് സാധിക്കുകയുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോ ഏതാണ്? AP ഉസ്താദിൻ്റെ അനുയായികൾ കച്ചവടം നടത്തുന്നുണ്ട് എന്ന വാക്കടർത്തിയെടുത്തുകൊണ്ട് അത് മൻസൂറിൻ്റെ ആ മങ്ങിയ കേൾവി കൊണ്ട് കേട്ടപ്പോൾ AP ഉസ്താദ് വലിയൊരു കച്ചവടക്കാരൻ മാത്രമാണ് എന്ന് മൻസൂർ തെറ്റിദ്ധരിച്ചു, അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനി ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങളിതൊന്ന് കേട്ടു നോക്കിയേ. സമുദായത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ കച്ചവടം നടത്തിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് പണം സ്വരൂപിക്കുന്നത് എത്ര വലിയ മാന്യതയാണ്. ഇതിനെയാണ് ഇദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അത് വലിയ വലിയ കച്ചവടക്കാർ MA യൂസഫ് അലിയെ പോലെ, അംബാനിയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ കച്ചവടം നടത്തിയാൽ അതൊന്നും മൻസൂറിന് പ്രശ്നമില്ല. അതേ കച്ചവടം തന്നെ AP ഉസ്താദിന്റെ അനുയായികൾ നടത്തിക്കഴിഞ്ഞാൽ അത് മൻസൂറിന് പറ്റൂല. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൻസൂറിൻ്റെ ആ ചെവി കൂടെ ഒന്ന് ശരിയാക്കിയിട്ട്, കണ്ണ് മങ്ങിയ കാഴ്ചക്ക് മൻസൂർ ഏതായാലും കണ്ണട വെച്ചിട്ടുണ്ട്. ഇനി ആ മങ്ങിയ കേൾവിക്കും കൂടെ ഒന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ എളുപ്പമാകും. ഞാൻ മൻസൂറിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഞാൻ AP ഉസ്താദിനെ കുറിച്ച്, AP ഉസ്താദ് അംബാനിയെ പോലെ, അദാനിയെ പോലെ, MA യൂസഫ് അലിയെ പോലെ കേവലം കച്ചവടക്കാരൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കൂ. അതല്ലാതെ നിങ്ങളുടെ കളവ് പ്രചരണം അത് നിങ്ങൾ അവസാനിപ്പിച്ചോളൂ. അതോടൊപ്പം കഴിഞ്ഞുപോയ വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ മൻസൂർ മറന്നുപോയതാണോ അതോ മറച്ചു വെക്കുകയാണോ? പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. മൻസൂർ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ട് മൻസൂർ ഇവിടെ നിന്ന് പൊട്ടീസ് കളിക്കുകയാണ്. പള്ളി എവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പള്ളിയുടെ പേരെന്തേ മാറ്റിയത്? ഇപ്പോൾ പേര് മാറ്റിയതാ. നേരത്തെ പള്ളി എവിടെ ഉണ്ടോ എന്നാ ചോദിച്ചത്. പിന്നെ നിങ്ങൾ ചോദിച്ചത് സനദുണ്ടോ എന്നാ. സനദുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സനദ് ഞാൻ അവിടെ ഉസ്താദ് പറഞ്ഞത് തന്നെ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നീട് നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല, അത് വേറെ വിഷയം. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ഇനി അതിനെ കളവാക്കാൻ വേണ്ടിയിട്ട് സനദിനി ആരെഴുതി, എപ്പോൾ എഴുതി, അത് എഴുതിയത് ആരൊക്കെയാണ്, അതിലുള്ളത് ആരൊക്കെയാണ്, ഇതൊക്കെയാണ് ചോദ്യം. ഇങ്ങനെ തന്നെയാണ് യുക്തിവാദികളോട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല. അവർ പറയും അത് റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് എഴുതിയുണ്ടാക്കിയതാണെന്നേ അവർ പറയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ഇതും. ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങളുടെ നേതൃത്വത്തെ. അപ്പോൾ സനദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സനദ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മൻസൂറിന് ഒരു പരാതി എന്താണെന്ന് പറഞ്ഞാൽ, മൻസൂറെ എന്ന് വിളിച്ച് കുറ്റം പറയാൻ നടക്കല്ല വേണ്ടേ? ഞാൻ മൻസൂറെ എന്ന് വിളിച്ച് സംഗതി നിങ്ങൾക്ക് എൻ്റെ ഉപ്പയുടെ പ്രായമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ പേര് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നണ്ട. പിന്നെ ഞാൻ എന്ത് വിളിക്കണം നിങ്ങളെ? എന്ത് വിളിക്കണം? ഉസ്താദെ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല. മൗലവി എന്ന് വിളിക്കാൻ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ നിങ്ങളെ എന്ത് വിളിക്കണം? നിങ്ങളുടെ പേരല്ലേ ഞാൻ വിളിക്കുന്നത്. മൻസൂർ എന്തിനാണ് ഇത് ചൂടാവുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കച്ചവടം ചെയ്തോളി. നിങ്ങള് ഇസ്ലാമിൽ മൂല്യം നിർണയിക്കപ്പെട്ട ചില ദിവസങ്ങളില്. പിന്നെ മൻസൂർ പറഞ്ഞത് എന്താ? ഇസ്ലാമിക മൂല്യം നിർണ്ണയിക്കുന്ന സമയങ്ങളിൽ കച്ചവടം നടത്താൻ പാടില്ല എന്നാണോ? മൻസൂറിൻ്റെ നാട്ടിൽ അറഫാ ദിനത്തിൽ കച്ചവടം പൂട്ടി പോകല, എല്ലാവരും കട പൂട്ടിയിട്ട് വീട്ടിലിരിക്കലാണോ? എന്ത് വിഡ്ഢിത്തരാണ് ഈ മൻസൂർ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര പ്രത്യേകമായ ദിവസങ്ങളിൽ കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും തെളിയിക്കും മൻസൂറെ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മൻസൂർ മറുപടി താ. അതല്ലാണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മൻസൂറിന് ഉത്തരമില്ല.
അപ്പം മൻസൂർ എന്ത് ചെയ്യും? മൻസൂറിൻ്റെ കയ്യിൽ കുറേ വീഡിയോകളുണ്ട്. ആ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചിട്ട് വീഡിയോ അങ്ങ് ദൈർഘിപ്പിക്കും. വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അങ്ങ് കലക്കിയിട്ട് മൻസൂർ അങ്ങ് പോകും. ഇതാണ് മൻസൂറിൻ്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി താ മൻസൂറെ. ഒന്നാമത്തെ ചോദ്യം, ഞാൻ AP ഉസ്താദിനെ കുറിച്ച് എൻ്റെ പേരിൽ നിങ്ങൾ നടത്തിയ ആരോപണം അത് നിങ്ങൾ എൻ്റെ വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ തെളിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്ക് മൻസൂറെ. അതല്ലാതെ എൻ്റെ വീഡിയോയുമായി ബന്ധമില്ലാതെ വേറെ ഏതെല്ലാമോ വീഡിയോകൾ ഇട്ടുകൊണ്ട് ദൈർഘിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്നും തെന്നി മാറാതെ വിഷയത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് സംസാരിക്കുക. മുനീറെ, അറഫ സംഗമം നടക്കുമ്പോ ഹാജിമാര് അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് അറഫ നിധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അറഫ ദിനം എന്ന് പറഞ്ഞാൽ അറഫയിൽ സംഗമിക്കുന്ന ദിവസമല്ല, ദുൽഹിജ്ജ 9 അറഫ ദിനം. അതല്ലാതെ അറഫയിൽ സംഗമിക്കുന്ന ദിനമല്ല ഇവിടെ അറഫ ദിനമായിട്ട് ആചരിക്കാറുള്ളത്. ലോകത്ത് ആരും അങ്ങനെ ആചരിക്കാറില്ല. അത് മുജാഹിദുകളും അങ്ങനെയാണ് പറയാറുള്ളത്. മൻസൂറിന് ഇത് എന്ത് പറ്റി മൻസൂറെ? അറഫ നിധി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ബിസിനസ് നടത്തിയത് ചോദിച്ചിരുന്നു. നിധി, അറഫ നിധിയെ കുറിച്ചാണ് മൻസൂറിന് അറിയാനുള്ളത്. മൻസൂറെ, അറഫ ദിനം എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും പുണ്യമായ ദിനം അത് അറഫ ദിനമാണ്. എത്രത്തോളം? റമളാനിന്റെ പകലിനേക്കാൾ മഹത്വമുള്ള ദിനമാണ് അറഫയുടെ പകൽ എന്ന് പണ്ഡിതന്മാർ വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദിനത്തിൽ നാം ഒരുപാട് ദാനധർമ്മങ്ങൾക്ക് ഒരുപാട് മഹത്വമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അറഫ നിധി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അത് ജനങ്ങളോട് പറയുമ്പോൾ അവർ ധനങ്ങൾ സംഭാവനകൾ ചെയ്യും. ആ സംഭാവനകൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? ആഖിറത്തിലേക്കുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ്, വലിയ നിധി തന്നെയാണ്. ഇതിനാണ് അറഫ നിധി എന്ന് പേരിട്ട് കൊണ്ട് നടത്തിയ പരിപാടി. ബിരിയാണി കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു പ്രത്യേകം മൂല്യം നിർണ്ണയിക്കപ്പെടുന്ന പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിവസത്തില് വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഒരു ബിരിയാണിക്ക് ഒരു സിംഗിൾ ബിരിയാണിക്ക് 100 റുപ്യ, ഒരു ഫുൾ ബിരിയാണിക്ക് 150 റുപ്യ, 200, 250 കൂട്ടിക്കോളയും. നിങ്ങള് ഒരു കഷ്ണം ഇറച്ചി ഇട്ടിട്ട് ഒരു ബിരിയാണി കൊടുക്കുന്ന 500, 1000 വാങ്ങിയിട്ടാണ്. ഇത് എന്ത് കച്ചവടമാണ്? എന്നതുകൊണ്ട് കച്ചവടമല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? ചില ബിരിയാണികൾക്ക് വില കൂടും, ചില പ്രൊഡക്റ്റുകൾക്ക് വില കൂടും. അത് ഉണ്ടാക്കുന്നതിനനുസരിച്ചും അവരുടെ ഡിമാൻഡിനനുസരിച്ചും അവർ വില കൂട്ടും. സൗകര്യമുള്ളവർ വാങ്ങിയാൽ മതിയെന്ന്. അതിനെന്താ പ്രശ്നം? പിന്നെ മൻസൂർ പറയുന്നത് എന്താ? ഈ പുണ്യമായ ദിവസങ്ങളുടെ പേര് വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പാടില്ല എന്നാണ് മൻസൂർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കച്ചവടക്കാർ, ഞാൻ തന്നെ ഈ അടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ മൻസൂറിൻ്റെ വോയിസ് അപ്ലോഡ് മൻസൂറിൻ്റെ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഞാനൊരു ഹോട്ടലിൻ്റെ അരികിലെത്തി. ഞാൻ ആ ഹോട്ടലിലേക്ക് നോക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് സംസം എന്നാണ്. അഥവാ ഇസ്ലാമിലെ ഒരു പുണ്യജലത്തിൻ്റെ പേരാണ് സംസം എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, മൻസൂർ ഈ പറയുന്നതനുസരിച്ചിട്ട് ഈ ചായക്കടക്കാരൻ സാധു വിൽക്കുന്നതൊക്കെയും ആത്മീയതയാണല്ലോ. അങ്ങനെയാണല്ലോ മൻസൂറിൻ്റെ ഭാഷ. കാരണം പേര് സംസം എന്നാണ്. അപ്പോൾ സംസം എന്ന പേരിലാണ് അയാൾ ചായ വിൽക്കുന്നത്. അപ്പോൾ ഇത് ആത്മീയ കച്ചവടമാണ് എന്നാണ് മൻസൂറിൻ്റെ ഭാഷയിൽ വരിക. ഒരു കച്ചവടത്തിന് സംസം എന്ന് പേര് വെച്ചാൽ അത് ആത്മീയ കച്ചവടമായി. മൻസൂറിൻ്റെ ഭാഷയാണ്. ഇത്രക്കും താഴ്ന്ന ആത്മീയതയാണോ മൻസൂറിൻ്റെ ആത്മീയത? വിഷയം നടത്തിയത് കച്ചവടമാണ്. സാധാരണ ആളുകൾ നടത്താറുള്ള കച്ചവടമാണ്. ആ കച്ചവടമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ധനം സമ്പാദിച്ചിട്ടുള്ളത്. ഇത് ഹലാലാണോ ഹറാമാണോ അത് പറ. എങ്ങനെയാണ് ആത്മീയ കച്ചവടമായത്? ആത്മീയ കച്ചവടമാകണമെങ്കിൽ ആത്മീയതയാണ് പ്രൊഡക്റ്റായിട്ട് കൊടുക്കേണ്ടത്. എവിടെയാണ് ആത്മീയത പ്രൊഡക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ആത്മീയത കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ആത്മീയത കച്ചവടം നടത്താൻ സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നത് ഇതിനാണ് ഉത്തരം നൽകേണ്ടത്. അപ്പോൾ ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മൻസൂർ എടുത്തൊരു തന്ത്രമാണ് ഞാൻ AP ഉസ്താദിനെ കുറിച്ച് കച്ചവടക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്നത്. അതിലേക്കൊന്നും പോകേണ്ട മൻസൂറെ. വിഷയം പറ. ആത്മീയത കച്ചവടമാണോ അവിടെ നടക്കുന്നത്? ആത്മീയത കച്ചവടമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വിൽക്കപ്പെടേണ്ട വസ്തു ആത്മീയതയാണ്. ഈ ബിരിയാണിയാണോ നിങ്ങളുടെ ആത്മീയത? ഞാൻ ചോദിക്കുന്നു. ബിരിയാണിയും അതുപോലെ തന്നെ മറ്റു നെയ്ച്ചോറും കബ്സ ബിരിയാണിയും ഒക്കെയാണോ നിങ്ങളുടെ ആത്മീയത? വല്ലാത്തൊരു ആത്മീയത തന്നെയാണ്. നേരത്തെ നിങ്ങൾ എന്നെ സഫീഹ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് മൻസൂറിന് അറബി അറിയാത്തത് കൊണ്ടാണ്. മദ്രസയിലും സ്കൂളിൽ നിന്നും പോകാത്ത ഒരു വിഷയമാണ് മൻസൂറിനുള്ളത്. അതുകൊണ്ടാണ് മൻസൂറിനെ ഞാൻ സഫീഹ് എന്ന് പ്രയോഗിച്ചപ്പോൾ മൻസൂർ മനസ്സിലാക്കിയത്, മൻസൂർ ആ സഫീഹ് എന്നതിന് പൊട്ടൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് മൻസൂർ മനസ്സിലാക്കിയത്. ഒരിക്കലുമല്ല. സഫീഹ് എന്നതിന് ധിക്കാരി എന്ന അർത്ഥവുമുണ്ട്. എന്ത് പറഞ്ഞാലും ധിക്കരിക്കും. ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ആ ധിക്കാരി എന്ന പ്രയോഗം നടത്താതിരിക്കുക. കാരണം AP ഉസ്താദിൻ്റെ ശിഷ്യനാണ് സുലൈമാൻ ഉസ്താദ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ധിക്കാരം എന്താണുള്ളത്? വേറെ ഏതാണുള്ളത്? എല്ലാവർക്കും വ്യക്തമാകുന്നൊരു വിഷയമല്ലേ? ഇതിനെയല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? എന്തൊരു കഷ്ടമാണ്! ഇതല്ലേ നിങ്ങൾ കളവാക്കുന്നത്? അതോടൊപ്പം തന്നെ മൻസൂർ പിന്നെ വിശ്വാസപൂർവ്വത്തെ ഗണ്ണിച്ചല്ലോ.
ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു മൻസൂർ ഈ പുസ്തകം കണ്ടിട്ടില്ല, മൻസൂറിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല, മൻസൂർ തൊട്ടിട്ടില്ല. പിന്നെ മൻസൂറിന് എങ്ങനെയാണിത് പറയാനുണ്ടായ കാരണം അത് മൻസൂർ പറയുന്നുണ്ട്. അത് നമ്മുടെ നൗഷാദ് കാക്ക പറഞ്ഞതാണല്ലോ. അത് പറയാം, AP ഉസ്താദിന്റെ ജീവചരിത്രം ഞാൻ കണ്ടിട്ടില്ല, ചട്ട പോലും കണ്ടിട്ടില്ല, പുറംചട്ട കണ്ടിട്ടില്ല, എന്നിട്ട് കാണാതെ പറയാന്ന് പറഞ്ഞല്ലോ. AP ഉസ്താദിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നൗഷാദ് ഹസനി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നൗഷാദ് ചോദിച്ചാൽ മതി, നമ്മളത് കാണുന്നില്ല. നൗഷാദ് അപ്പോൾ മൻസൂറിന്റെ ഷെയ്ഖ്, അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം കാണുമൊന്നുമില്ല, വായിക്കൊന്നുമില്ല. നൗഷാദ് പറഞ്ഞാൽ എന്താ അതേ നമ്മൾ പറയുള്ളൂ. അതപ്പോൾ മൻസൂറിന്റെ ആദർശം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആദർശത്തിന്റെ ഊക്ക് കണ്ടില്ലേ മൻസൂറെ? നൗഷാദിന് വേറെ തന്നെ ഒരു സ്പെഷ്യൽ മറുപടി തന്നെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. മൻസൂറിന് എന്താ പറയാനുള്ളത്? മൻസൂർ ഇത് വായിച്ചിട്ട് വായിച്ചിട്ട് മൻസൂറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൻസൂർ ചോദിച്ചോ, കൃത്യമായിട്ട് മറുപടി പറയാം. ഒരു മലയാള പുസ്തകം നോക്കിയ കഥയാണിപ്പോൾ ഇത്. ഒരു മലയാള പുസ്തകം 3 അടുപ്പും കല്ല് നോക്കിയിട്ട് ആദ്യത്തെ പേജ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുന്ന പല കളവുകളും എത്രമാത്രം അപകടകരമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവരുടെ വാദത്തെയാണ് നിങ്ങൾ ഏറ്റുപിടിച്ച് നടക്കുന്നത്. മൻസൂർ പറയുന്ന മറ്റൊരു ആരോപണമാണ്, ഈ ഷഹർ മുബാറക്ക് ഇട്ട വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ ശിഫയാകുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മറ്റ് വൈറസുകൾ ബാധിച്ച രോഗികൾക്ക് ഇത് കൊടുത്തുകൂടാ? അങ്ങനെ കൊടുത്താൽ മാറുമെങ്കിൽ അത് അവർക്ക് കൊടുത്തുകൂടെ എന്നാണ് മൻസൂർ കൊണ്ടുവരുന്ന ചോദ്യം. ഞാൻ പറയട്ടെ, ഇത് യുക്തിവാദികളുടെ ചോദ്യമാണ്. അത് മൻസൂർ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇത് ഷഹർ മുബാറക്ക് ആണോ അല്ലേ എന്നുള്ളത് തെളിയിക്കേണ്ടത് രോഗം ഷിഫയാകുമോ അല്ലയോ എന്ന മാനദണ്ഡ പ്രകാരമല്ല. നിങ്ങളൊന്ന് നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ ഷിഫാ ഉല്ലിക്കുല്ലിദ, എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്നല്ലേ? എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയാനുള്ളത്. ഈ ലോകത്തെ എല്ലാ മരുന്നും ഒഴിവാക്കിയിട്ട് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്താൽ മതിയല്ലോ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് യുക്തിവാദികൾ ചോദിക്കുന്ന അതേ ചോദ്യമാണ് മൻസൂർ ഇപ്പോൾ ചോദിച്ചത്. അതുകൊണ്ട് മൻസൂറെ, നിങ്ങളുടെ വാറോലകളും നിങ്ങളുടെ ഇല്ലാ കഥകളും ഒക്കെ നിർത്തിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി മറുപടി പറയണം. ഇനിയെങ്കിലും അടുത്ത വീഡിയോയിലെങ്കിലും അത് തെളിയിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.